രഹസ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരമായി മാറുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അതിനുള്ളിലെ ബി നിലവറയും. ഏത് സമയവും ഘോര സർപ്പങ്ങൾ, കൊടിയ വിഷം കൊണ്ടു നടക്കുന്ന സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറ. ആരെങ്കിലും നിലവറ തുറക്കാനായി ശ്രമിച്ചാൽ ആ നിമിഷം മരിച്ചു വീഴും. ആ തലമുറ തന്നെ നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന രീതിയിലുള്ള മന്ത്രോച്ചാരണങ്ങൾ. നരസിംഹസ്വാമി കാവൽ നിൽക്കുന്ന നിലവറ, ഒപ്പം ഒരു യക്ഷിയും. അങ്ങനെ പലവിധ കഥകളാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ നിധികൂമ്പാരം വഹിക്കുന്ന ബി നിലവറയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ചാക്കുകെട്ടുകൾ നിറയെ സ്വർണ്ണമണികൾ, സ്വർണ്ണക്കയർ, വിഗ്രഹങ്ങൾ, നിധികൂമ്പാരം, കിരീടങ്ങൾ, അങ്ങനെ ഒട്ടനവധി. നിലവറയ്ക്കുള്ളിൽ ഉള്ളത് വിലമതിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമായ സ്വത്തുകൾ. കേരളത്തിൻ്റെതല്ല, ഇന്ത്യയിലെ തന്നെ പൊതുകടം തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആസ്തി തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളതെന്നാണ് പലരും അനുമാനിക്കുന്നത്. ക്ഷേത്രത്തിൽ ആകെ 6 നിലവറകളാണുള്ളത്. അതിൽ എ നിലവറ തുറന്നപ്പോഴാണ് അത് പരിശോധിക്കാനെത്തിയവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ 90,000 കോടിക്ക് പുറത്ത് വിലമതിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും കണ്ടെടുത്തത്. അത് പിന്നീട് 1,00,000 കോടിക്ക് പുറത്തായി മൂല്യം കൽപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും തുറക്കാത്ത ബി നിലവറ, അവിടുത്തെ രഹസ്യങ്ങൾ തന്നെയാണ് ഇന്നും അജ്ഞാതമായി നിലനിൽക്കുന്നതും നിഗൂഢമായി നിൽക്കുന്നതും. നിലവറയിൽ അമൂല്യമായ രത്നങ്ങളുടെയും നിധിശേഖരമുണ്ടെന്ന് ഇതിനോടകം തന്നെ പലരും വിശ്വസിക്കുന്നു. അധികാര തർക്കത്തിലുപരി ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്വത്താണ് കൗതുകത്തിന് ഏറ്റവും അധികം ആധാരമായിട്ടുള്ളത്. സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന 6 നിലവറകൾ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത. സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് കീഴ്ഭാഗത്തായി, അതിന് സമീപത്തായി, മുന്നിലുള്ള ഒറ്റയ്ക്കൽ മണ്ഡപത്തിന് താഴെയായും രത്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടെന്നാണ് പലരും കരുതുന്നത്. നിലവറകൾ അങ്ങനെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. CD നിലവറകളിൽ ക്ഷേത്രത്തിലെ ഉത്സവാവശ്യത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ഉത്സവകാലത്തൊക്കെ ഈ നിലവറ തുറക്കാറുള്ളതാണ്. അടുത്ത EF എന്നീ നിലവറകൾ ക്ഷേത്ര ആവശ്യത്തിനായി എപ്പോഴും തുറക്കുന്നത് തന്നെയാണ്. അമൂല്യ നിധിശേഖരമുള്ളത് AB നിലവറകളിൽ തന്നെയാണ്. അതിൽ A തുറന്നു, B ഇപ്പോഴും അജ്ഞാതമാണ്. മർദ്ദാണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവിടെ നിന്നും അപഹരിച്ച സ്വത്തുക്കൾ, അവിടെ നിന്നും നേടിയെടുത്ത സ്വത്തുക്കൾ, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നിന്നും രക്ഷപ്പെടുത്താനായി മാറ്റിവെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെ തന്നെ ബി നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് കഥകൾ. അതുകൊണ്ട് തന്നെ ഈ നിലവറയെക്കുറിച്ച് പലതരത്തിലുള്ള കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട്. ബി നിലവറ സംരക്ഷിക്കുന്നത് നരസിംഹസ്വാമിയാണെന്നും ശ്രീകോവിൽ പോലെ തന്നെ പരിപാവനവും പരിശുദ്ധവുമായ ഒരിടം തന്നെയാണ് ബി നിലവറയെന്നും ഏവരും വിശ്വസിക്കുന്നു. വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഇന്നും ഇളക്കം തട്ടാത്തതിന് കാരണം നരസിംഹസ്വാമിയുടെ സാന്നിധ്യം തന്നെയാണ്. അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കുമുള്ള വസ്തുത എന്ത് എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നത്. ഇത്രയും കാലങ്ങളായി രഹസ്യ നിലവറയായി തന്നെ കരുതുന്ന ബി നിലവറ തുറക്കണമോ? ഇക്കാര്യത്തിൽ ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ബി നിലവറ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണങ്ങളുമുണ്ട്. എ നിലവറയിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് ബി നിലവറയിൽ തന്നെ ആയിരിക്കണം. 14-ാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറ ഉണ്ടായിരുന്നുവെന്ന് മതിലകം രേഖകളിലൂടെ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ നിലവറ തുറന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ബി നിലവറ 1990-ലും 2002-ലുമായി 7 തവണ തുറന്നിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ പൂർണ്ണമായും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബി നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഉള്ളിലേക്ക് കടക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത്. അതിന് കാരണം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വാതിലുകളാണ് ഈ നിലവറയ്ക്ക് മുന്നിലുള്ളത്. നിലവിലത്തെ സംവിധാനം അനുസരിച്ച് ഇത് തുറക്കാനായിട്ടുള്ള ഒരു മാർഗവും നമുക്ക് മുന്നിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കരിങ്കല്ലുള്ള വാതിലായതുകൊണ്ട് തന്നെ അതിനെ തകർത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അതിനെ പൊട്ടിച്ചോ ബോംബ് വെച്ചോ തകർക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് വളരെ വലുതായിരിക്കും. വാതിലിന് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രം, നാഗത്തിൻ്റെ ചിത്രം, അതും പല കഥകൾക്കും പല ഭയപ്പാടിനും കാരണമായി മാറിയിട്ടുണ്ട്. എന്തെന്നാൽ സർപ്പദംശനമേൽക്കുമെന്നും കൊടിയ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന അറ ആയതുകൊണ്ട് തന്നെ
കുലം മുടിയുമെന്നുമുള്ള പലതരത്തിലുള്ള കഥകൾ വിശ്വസിച്ചു പോരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ ബലം നൽകുന്ന ഒരു സംഭവവും ഇതിനിടയിലുണ്ടായിരുന്നു. 2011 ജൂൺ 30 അന്നായിരുന്നു പരിശോധക സംഘം ബി നിലവറ തുറക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ കാൽ മുറിഞ്ഞതൊക്കെ ഈ കഥകൾക്ക് കൂടുതൽ കരുത്തു പകർന്നിരുന്നു. വാതിൽ കുത്തിവെച്ച ചിത്രങ്ങൾ നാഗബന്ധനം ചെയ്ത് പൂട്ടിയതാണെന്നും നിലവറ തുറന്നാൽ ഉടനടി തന്നെ സർപ്പദംശനമേൽക്കുമെന്നുമുള്ള കഥ ശക്തമായി പ്രചരിച്ചു. ഇനി നിധിയെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ പണ്ടുകാലത്ത് ഈ നിധി ആരും അപഹരിക്കാതിരിക്കാൻ, അവരെ പിന്തിരിപ്പിക്കാൻ, അവരെ അതിൽ നിന്നും പിന്നോട്ടടിക്കാൻ ഉദ്ദേശിച്ചായിരിക്കും ഒരുപക്ഷെ ഈ ചിത്രങ്ങൾ ഈ വാതിലിൽ കൊത്തിവെച്ചതെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. എന്നാൽ തിരുവിതാംകൂർ രാജാവിൻ്റെ സ്വത്തുക്കൾ എടുക്കുന്നവർ കടലിൽ പതിക്കുന്ന രീതിയിലാണ് ഈ നിലവറയുടെ നിർമ്മിതി എന്നാണ് പലരും പറയുന്നത്. ആ നിലവറ തുറന്നാൽ കടൽ വെള്ളം ഇരച്ചു കയറുമെന്നും തിരുവിതാംകൂർ നഗരം തന്നെ ഇല്ലാതാകുമെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ വസ്തുത എന്തെന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ എന്തുകൊണ്ടിത് തുറക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണം രാജകുടുംബാംഗമായിട്ടുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് ഇപ്പോൾ തുറന്നു പറയുകയാണ്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബി കല്ലറ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അറ തൻ്റെ അറിവിൽ ഇതുവരെയും തുറന്നിട്ടില്ല. അതിൻ്റെ മുന്നിൽ ഇരുമ്പഴിയിട്ട നീളമുള്ള വരാന്തമുറിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ മുറി പല പ്രാവശ്യം തുറന്നിരുന്നു. അതിൻ്റെ ഒരു വശത്താണ് ബി നിലവറയുടെ വാതിൽ ഉള്ളത്. പ്രചരിക്കുന്നത് പോലെ ആ വാതിലിന് വലിയ വലിപ്പമോ സർപ്പങ്ങളുടെ രൂപമോ ഇല്ല എന്നാണ് ഗൗരി ലക്ഷ്മിഭായ് പറയുന്നത്. 2011 കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ദേവജ്ഞന്മാർ വളരെ ശക്തമായി തന്നെ പറഞ്ഞു ബി നിലവറ ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന്. അവിടം മുനിമാരും ദേവന്മാരും ശ്രീപത്മനാഭനെ ധ്യാനിക്കുന്ന സ്ഥലമാണ്. ഭൂഗർഭമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രവാഹം മൂലബിംബത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് ഭംഗം വന്നാൽ അത് പുനഃസ്ഥാപിക്കാനായി ആർക്കും തന്നെ കഴിയില്ല എന്നുകൂടിയാണ് ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞത്. അതിനുള്ള കഴിവോ പ്രാപ്തിയോ അറിവോ ഉള്ള കർമ്മിമാരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല.